فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയർക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന ആ പരിശുദ്ധമായ മണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തത്. ആ പരിശുദ്ധ പ്രദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ പടിവാതിൽ കടക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഹിത്വത്തുൻ എന്ന പദം ആ സന്ദർഭത്തിൽ പറയണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ അല്ലാഹു സൂറത്തുൽ ബഖറയിലെ ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 59-ാമത്തെ ആയത്തിൽ അവർ ചെയ്ത നിഷേധത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്. അവർ ആ അക്രമം പ്രവർത്തിച്ച ആളുകൾ തങ്ങളോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അതിന് പകരമാക്കി മാറ്റിപ്പറഞ്ഞു എന്നാണ്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ ഈ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് ഈ 59-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ ബോധപൂർവം ധിക്കരിച്ച, അക്രമം പ്രവർത്തിച്ച അഹങ്കാരികളായ ആ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണ് ശിക്ഷിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സൂറത്തുൽ ബഖറയിലെ ഈ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. അപ്പോൾ അവർ തോന്നിയവാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ ആകാശത്തു നിന്നു നാം ഒരു കഠിന ശിക്ഷ ഇറക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹു അവരുടെ മേൽ ആകാശത്തു നിന്ന് ഇറക്കി എന്ന് പറയുന്നത് ശിക്ഷയാണ് സഹോദരങ്ങളെ. റിജിസൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ശിക്ഷയെ സൂചിപ്പിക്കുന്ന പദമായി ഉപയോഗിച്ചത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു ഷൈഇൻ ഫീ കിതാബില്ലാഹി മിനർ റിജ്സി യുഅനാ ബിഹിൽ അദാബ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ റിജ്സൻ എന്ന് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത് അർത്ഥമാക്കുന്നത് അൽ അദാബ് ആണ്, ശിക്ഷയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമാം തൊബരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, ഈ പ്രാമാണികരായ മുഫസ്സിറുകളൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അള്ളാഹു ആക്രമികളുടെ മേൽ ഈ ശിക്ഷ ഇറക്കി, അത് ആകാശത്ത് നിന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു ഇറക്കിയ ആ ശിക്ഷ എന്തായിരുന്നു എന്നതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് വിശദീകരിച്ച മുഫസ്സിറുകൾ എല്ലാവരും അത് പ്ലാഗ് പോലുള്ള അതിമാരകമായ ശിക്ഷ ആ ധിക്കാരികളുടെ മേൽ ഇറക്കി എന്നാണ്, ആ അക്രമം കാണിച്ചവരുടെ മേൽ മാത്രമായി ബാധിപ്പിച്ചു എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അറബിയിൽ അത്താഊൻ എന്നാണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പ്ലാഗിനേക്കാൾ അതിഗുരുതരമായ ഒരു രോഗമാണ്. മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ പ്ലാഗ് എന്നാണ് ഈ പദത്തെ പരിഭാഷപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുക. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അത്താഊനു റിജ്സുൻ അദാബുൻ ഉദ്ദിബ ബിഹി മൻ കാന ഖബ്ലകും. പ്ലാഗ് എന്ന് പറയുന്നത് അത് വലിയ ഒരു ശിക്ഷയാണ്, നിങ്ങളുടെ മുമ്പുള്ള ജനതയ്ക്ക് ബാധിപ്പിച്ച ഒരു ശിക്ഷയാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, ഇദാ സമിഅതുമുത്താഊന ബിഅർളിൻ ഫലാ തദ്ഖുലൂഹാ. ഒരു പ്രദേശത്ത് പ്ലാഗ് ഉണ്ട് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ അവർ തോന്നിയവാസം പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ ആകാശത്ത് നിന്ന് അള്ളാഹു ഒരു കഠിന ശിക്ഷ ഇറക്കി എന്ന് പറയുന്നത് ആ ശിക്ഷ അത് പ്ലേഗ് ആയിരുന്നു എന്നാണ് ധാരാളം മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത്.
ഈ വ്യാഖ്യാനങ്ങളെ ശരിവെക്കുന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിലായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാൻ, ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, പ്ലാഗ് രോഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത് എന്ന്. അതിന് ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മറുപടി പറഞ്ഞത്, അത്താഊനു റിജ്സുൻ ഉർസില അലാ ത്വായിഫത്തിൻ മിൻ ബനി ഇസ്രായീല ഔ അലാ മൻ കാന ഖബ്ലകും. പ്ലാഗ് ബനു ഇസ്രായേലിലെ ഒരു വിഭാഗം ആളുകളുടെ നേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു ജനതക്ക് അയക്കപ്പെട്ട ഒരു ശിക്ഷയാണ്. ഫൈദാ സമിഅതും ബിഹി ബിഅർളിൻ, ഒരു പ്രദേശത്ത് ആ രോഗമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഫലാ തഖ്ദമു അലൈഹി, അവിടേക്ക് നിങ്ങൾ പോകരുത്. വൈദാ വഖാ ബിഅർളിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു, നിങ്ങളുടെ പ്രദേശത്ത് അത് ബാധിച്ചാൽ ഭയന്നുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരിക. സഹോദരങ്ങളെ, ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിലുള്ളത് പ്ലേഗ് ശിക്ഷയുടെ അടയാളമാകുന്നു എന്നാണ്. തന്റെ അടിമകളിൽപ്പെട്ട ഒരു ഭാഗം ജനങ്ങളെ അതുമൂലം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തരുന്നത്, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കി എന്ന് പറഞ്ഞത് അത് പ്ലാഗ് ബാധിപ്പിച്ചുകൊണ്ടുള്ള ശിക്ഷയായിരുന്നു എന്നാണ്. അള്ളാഹുവിനെയും അവർക്കിടയിലുള്ള പ്രവാചകന്മാരെയും അനുസരിക്കാത്ത തനി തോന്നിവാസികളായ ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം കൊണ്ട് ശിക്ഷിച്ചത്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅൻസൽനാ അലല്ലദീന ളലമൂ, അപ്പോൾ ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ എന്നാണ്, ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേലാണ് അള്ളാഹു അവന്റെ ശിക്ഷ ഇറക്കുന്നത്. അതിന്റെ കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ തോന്നിയവാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 59-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് ഈ 59-ാമത്തെ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഡോക്ടർ യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.